ജ്യോതികുമാർ ചമക്കാല, തെറ്റായ പ്രചരണങ്ങളുടെ പേരിൽ കേന്ദ്ര സഹായം തടയാനുള്ള ശ്രമം അത് BJPയും കേരളത്തിൽ UDFും ഒരുമിച്ച് ചെയ്യുന്നുവെന്നാണ് CPM പ്രതിനിധിയുടെ ആരോപണം. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. നമ്മൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, മുഖ്യമന്ത്രിയോട് ചോദിക്കൂ, കേന്ദ്ര സഹായം എവിടെ? ഒരു ദുരന്തം കഴിഞ്ഞ് 50 നാൾ പിന്നിട്ടിട്ടും ഒരിടക്കാല ആശ്വാസം പോലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചില്ല എന്നുള്ളത് UDFും പ്രതിപക്ഷവും കാണാതെ പോകുന്നുണ്ടോ ജ്യോതികുമാർ? അരുൺകുമാറെ, ഈ വിഷയത്തിൽ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ട വിവാദം വന്നതിന് ശേഷം മാത്രമാണ് കേരള സർക്കാർ പോലും കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസ കിട്ടിയിട്ടില്ല എന്നുള്ള അവകാശവാദവുമായി, അതായത് നമുക്കെല്ലാവർക്കും അറിയാൻ കിട്ടിയിട്ടില്ല എന്നുള്ളത്, പക്ഷേ അതിനെ സംബന്ധിച്ചൊരു പരാതിയായി രംഗത്ത് വരുന്നത് ഇപ്പോഴാണ് ഇടതുപക്ഷ സർക്കാർ ഉൾപ്പെടെ വന്നിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിമൈൻഡർ അയക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പൊതുസമൂഹത്തിൽ സർക്കാരിൻ്റെതായ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാർ, റവന്യൂ മിനിസ്റ്ററോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സഹായത്തിൽ ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു പരാതി പബ്ലിക് ഡൊമൈനിൽ പറയുന്നത് ഞാനോ താങ്കളോ ആരും കേട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ മറക്കരുത്. അതിന്റെ അർത്ഥം കേന്ദ്രം തരേണ്ടതില്ല എന്നല്ല. കേന്ദ്രത്തെ സംബന്ധിച്ച് അരുൺകുമാർ പറഞ്ഞത് 100% ശരിയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇന്ററിം റിലീഫ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായും മാന്യമായി ഒരു എന്താ പറയുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി കാണുന്ന ഒരു സർക്കാർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്ററിം റിലീഫ് ഉണ്ടാകേണ്ടതായിരുന്നു. ഇത് സംഭവിച്ച ദിവസം തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്, പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോഴെങ്കിലും 10-ാം തീയതി 30-ാം തീയതി ദുരന്തമുണ്ടായി, 10-ാം തീയതി പ്രധാനമന്ത്രി റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ വരുന്നു. അവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരു ഇന്ററിം റിലീഫ് എങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം പോയി നിങ്ങൾ കണക്കുകൾ അവതരിപ്പിക്കും, കണക്കുകളുടെ ബേസിസിൽ എന്ത് സഹായവും ചെയ്യാമെന്ന് അദ്ദേഹം വാക്കാൽ പറഞ്ഞിട്ട് പോയതല്ലാതെ അതിനുശേഷം ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തർക്കവുമില്ല. അതിന് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിനെ അക്കാര്യത്തിൽ നമുക്ക് ന്യായീകരിക്കാനാവില്ല. അത് നമുക്ക് കിട്ടേണ്ട ഇന്ററിം റിലീഫ് എത്രയായാലും 1 രൂപ പോലും തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ഒരു അപകടം, ഒരു ദുരന്തം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടും തന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അപ്പോൾ അതൊരു ഭാഗം കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ്. പിന്നീട് ഇവിടെ വന്നിട്ടുള്ള വിവാദം ഈ കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ടാണ്. മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്? ഇവിടെ 2023 ഇതിന്റെ നോംസ് പുതുക്കി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഗൈഡ് ലൈൻസ് നമ്മുടെ കൈവശമുണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ SDRF ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഇത് കൊടുക്കുമ്പോൾ അതിനകത്ത് വസ്തുതകൾ കൃത്യമായിരിക്കണം. സ്വാഭാവികമായിട്ട് നോക്കൂ, താങ്കൾ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ നമുക്കറിയാം ഈ കണക്ക് കൊടുത്തത് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. മൊത്തം SDRF നോംസ് അനുസരിച്ച് ചെലവാക്കാൻ കഴിയുക. അത് തെറ്റാണ്. മാനദണ്ഡപ്രകാരമല്ല. അവിടെ അസസ് ചെയ്തതിനു ശേഷം അത് റെക്കമെൻഡ് ചെയ്യണം. കേന്ദ്ര NDRFന്റെ സംഘം റെക്കമെൻഡ് ചെയ്യണം. ചില പാരാമീറ്റേഴ്സ്, ആദ്യത്തെ പാരാമീറ്റേഴ്സ് എല്ലാം 100% നോംസ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതും. എന്നാൽ 228 ചെല്ലുന്ന ഭാഗത്ത് അവിടെ തന്നെയാണ് പ്രശ്നം. നോക്കൂ, ഞാൻ 1-2 എക്സാമ്പിൾസ് ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ഇതിന്റെ ഗൗരവം ഇത്തരം വിഷയങ്ങൾ വിട്ടുപോകരുതല്ലോ. നമുക്കറിയാം, നമ്മുടെ സർക്കാരിന്റെ ഔദ്യോഗിക രേഖ അനുസരിച്ച് 231 പേരാണ് മരണപ്പെട്ടുള്ളത്. 128 പേരെ കാണാതെ പോയിട്ടുണ്ട്. ഇവിടെ ബറിയിങ് ഓഫ് ബോഡീസിനെ സംബന്ധിച്ച് നമ്മുടെ നോംസിൽ പറയുന്നത് എന്താണ്? ഞാനൊന്ന് വായിച്ചോട്ടെ, താങ്കളൊന്ന് കേട്ടോളൂ. ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് ആസ് പെർ ദ ആക്ച്വൽ കോസ്റ്റ് ബേസ്ഡ് ഓൺ ദ അസസ്മെന്റ് ഓഫ് ദ നീഡ് ബൈ SEC സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് റെക്കമെൻഡേഷൻ ഓഫ് ദ സെൻട്രൽ ടീം ഇൻ കേസ് ഓഫ് NDRF. അവിടെ ഇത്ര തുക എന്ന് തീരുമാനിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഈ മെമ്മോറാണ്ടം കൊടുക്കുന്നത് 17-ാം തീയതിയാണ്. ഈ 17-ാം തീയതി ഈ മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ 231 പേരെയും നമ്മൾ അവരുടെ എല്ലാം ഫ്യൂണറൽ കഴിഞ്ഞിരുന്നു. ഇവിടെ മൊത്തം നമ്മൾ 359, അതായത് ഇനി കാണാനുള്ള 128 പേരുൾപ്പെടെ 359 പേരുടെ ആളുകളെ നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ തുകയായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് 2,76,70,75,000 രൂപയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഫ്യൂണറൽ നടത്തിയിട്ടുള്ളത് 231 പേരാണ്. അങ്ങനെയാണെങ്കിൽ ഈ തുക നമ്മൾ ഈ 231 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര രൂപ വരും? 1,70,70,000 രൂപ പെർ ഹെഡ് വരും. അത് ആക്ച്വൽ ആണോ? ഇത് കൊടുക്കുന്ന എപ്പോഴാണ്? ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതിനു ശേഷം 17-ാം തീയതി കൊടുത്ത കണക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. മാത്രമല്ല അവിടെ എന്താ പറയുന്നത്, വേറൊരു ഹെഡുണ്ട്. ഡ്രെയിനിങ് ഓഫ് ഫ്ലഡ് വാട്ടർ. മെനി പാർട്സ് ഓഫ് ദ അഫക്റ്റഡ് സെറ്റിൽമെന്റ്സ് ഹാഡ് വാട്ടർ ബോണ്ടിങ്. ദിസ് നീഡഡ് ടു ബി ഡ്രെയിൻഡ് ഔട്ട്. ദ കോസ്റ്റ് എസ്റ്റിമേറ്റ് ഈസ് 3 crores. ഈ 17-ാം തീയതി കൊടുക്കുമ്പോഴത്തേക്കും അവിടെ എങ്ങും വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും കണക്ക് കൊടുത്ത് എന്തെങ്കിലും ചോദിക്കാമല്ലോ. നമ്മൾ നോംസ് ഉണ്ട്, ശരിയാണ്. ആ നോംസ് വെച്ചുകൊണ്ട് കൊടുക്കണ്ടേ? അങ്ങനെ
നോംസ് വെച്ച് കൊടുക്കുന്നതിലെ അപാകതകളെ കുറിച്ചാണ് താങ്കൾ മുമ്പ് സൂചിപ്പിച്ച ഈ പറയുന്ന 200 എത്ര ആ തുക 219 കോടി. പക്ഷേ ഇങ്ങനെ ഈ മാനദണ്ഡപ്രകാരം നമ്മൾ കൊടുത്താൽ കിട്ടാൻ പരമാവധി സാധ്യതയുള്ള അത്രയുമാണ്. പക്ഷെ താങ്കൾക്കറിയാമല്ലോ 3 വാർഡുകൾ ഒന്നാകെ ഒലിച്ചുപോയി. ഒരു പഞ്ചായത്തിലെ പകുതി ഭാഗം പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. ആ പ്രദേശത്തെ തിരിച്ചെടുക്കാൻ ഇത് മതിയോ? തർക്കമില്ല അരുണേ. അവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? നമ്മൾ ഇത്തരം കണക്കുകൾ നോക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന ഒരു കണക്കാണ്. അത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആകണ്ടേ? നമുക്ക് അസസ് ചെയ്യാൻ പറ്റാത്ത തുകയെ സംബന്ധിച്ച്, അതെ നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന തുകയെ സംബന്ധിച്ച് എത്ര വേണമെങ്കിലും ആകാം, അത് ഡിസ്കഷനിലൂടെ നമുക്കാകാം. പക്ഷേ തീരുമാനിക്കപ്പെട്ട അഥവാ നമ്മൾ ചെയ്ത ജോലികളെ സംബന്ധിച്ചുള്ള തുകയെ സംബന്ധിച്ച് ഞാൻ അതേക്കുറിച്ചാണ് പറയുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട്, എയർ ഡ്രോപ്പിംഗ് ഓഫ് എസെൻഷ്യൽ സപ്ലൈസ് ആൻഡ് റെസ്ക്യൂ ബൈ എയർഫോഴ്സ് ആസ് പെർ ദ ആക്ച്വൽ കോസ്റ്റ് incurred assessed by SEC and recommended by the Central Committee. The quantum of assistance will be limited to such an അത് കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. Limited to actual amount raised in the bills by the Ministry of Defence for air dropping of essential supplies and rescue operations only. പക്ഷേ നമ്മൾ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. നമ്മൾ കൊടുത്തിരിക്കുന്നത് എയർ ഡ്രോപ്പിംഗ്. The aircrafts of Indian Air Force were used for transporting troops, airlifting of rescued, airlifting of dead bodies, dropping of troops, VIP മൂവ്മെന്റ് എക്സെട്ര. അപ്പോൾ VIP-കൾ വന്നിട്ട് പോയതിന്റെ തുകയും നമ്മൾ അതിനകത്ത് പെടുത്തുന്നത് ശരിയാണോ? അപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നോംസിന് വിരുദ്ധമായി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. 2012-13 കാലഘട്ടങ്ങളിൽ UDF-ന്റെ സർക്കാർ ആവശ്യപ്പെട്ടത് എത്രയാണെന്നറിയാമോ? അന്നത്തെ മഴക്കെടുതിയിലും മണ്ണിടിച്ചിലും 1428 കോടി രൂപയാണ്. കേന്ദ്രം എത്രയാ തന്നതെന്നറിയാമോ? 15 കോടി. അന്ന് ആക്ച്വൽ കോസ്റ്റ് 15 കോടിയായിരിക്കെ UDF സർക്കാർ ആവശ്യപ്പെട്ടത് 1414 കോടിയാണ്. 2012-13 4429 കോടി രൂപയാണ് അന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. കിട്ടിയത് എത്രയാണെന്നറിയാമോ? 61 കോടി. അപ്പൊ 61 കോടിക്ക് പകരം 4400 കോടി രൂപ UDF സർക്കാരിന് ആവശ്യപ്പെട്ടു. ഇവിടെ 219 കോടി കൊണ്ടും നടക്കില്ല എന്ന് പറയുമ്പോൾ 2000 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അത് ഈ ഹെഡുകളിൽ മാത്രമല്ലേ ആ വർധന നമുക്ക് കാണിക്കാൻ പറ്റൂ. ജ്യോതി, അത് കാണിക്കേണ്ട ഹെഡിൽ കാണിക്കുന്നേ. നമ്മുടെ മുമ്പിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അല്ല അരുണ നിൽക്കുക. ഇവിടെ ഡെഡ് ബോഡി അടക്കിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ കണക്കില്ലേ? നമുക്ക് വ്യക്തതയില്ലേ? അവിടെ ക്യാമ്പുകളിൽ നടത്തിയിട്ടുള്ള എക്സ്പെൻസിനെ കുറിച്ച് നമുക്ക് ബോധ്യമില്ലേ? ഞാൻ പറഞ്ഞ ചെലവാക്കാൻ പറ്റുന്ന മേഖലകൾ ഇനിയുമുണ്ടല്ലോ. അത് നമുക്ക് ഈ 4 വാർഡുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ 4 വാർഡുകളുടെ വ്യോമവുമായി ബന്ധപ്പെട്ട് ഈ നോക്കൂ, ഈ SDRF വഴി കിട്ടാൻ പാടില്ലാത്ത അഥവാ നിയമപ്രകാരം ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത തുകയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. 587 കോടി രൂപ അങ്ങനെ തന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടല്ലോ. അഥവാ അയഥാർത്ഥമാണ്. അത് കേന്ദ്ര സർക്കാർ നമുക്ക് കിട്ടാനുള്ള പണത്തെ അത് ബാധിക്കുമെന്നാണ് നിങ്ങളുടെ ആക്ഷേപം. തീർച്ചയായിട്ടും താങ്കൾ UDF-നെ LDF-നെ കമ്പയർ ചെയ്തുകൊണ്ടാ നോക്കൂ. നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന 1202 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇതിനകത്ത് SDRF അത് പിന്നെ നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് എഴുതിയിട്ട് പോലും SDRF-ൽ നിന്ന് വരേണ്ട തുക എത്രയാണ്? 219 കോടിയാണ്. എത്ര പെർസെന്റേജ് വരുമെന്ന് താങ്കൾക്ക് അറിയാമോ? 18%. ഒരു ഉദാഹരണം, താങ്കൾ UDF-ന്റെ ആയാലൊക്കെ പറഞ്ഞല്ലോ. ഒരു ഉദാഹരണം പുറ്റിക്കൽ ദുരന്തം തന്നെ എടുക്കാം. പുറ്റിക്കൽ ദുരന്തത്തിൽ അവിടെ കൊടുത്തിട്ടുള്ള തുക എത്രയാണെന്ന് അറിയോ? 48 കോടി. നമ്മൾ പിന്നെ ഓവറാൾ കൊടുത്തിട്ടുള്ളത് 117 കോടിയാണ് നമ്മൾ ഇത്തരത്തിൽ ഫുള്ളായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ NDRF എസ്റ്റിമേറ്റ് അനുസരിച്ച് 48 കോടിയാണ് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ അവിടെ 42% അവിടെ തന്നെ SDRF-ൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ടതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ വെറും 18% SDRF-ൽ നിയമപ്രകാരം നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പിന്നെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത കണക്കുകൾ കൂടി, അല്ലെങ്കിൽ ഇതിനകത്ത് റിയലിസ്റ്റിക് അല്ലാത്ത കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് പോലും നമുക്ക് 18% വരുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ മറക്കരുത്. നമ്മുടെ SDRF നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് എഴുതിയിട്ട് പോലും 18%